ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അരി കൊണ്ടുള്ള പലഹാരം. അരി റോട്ടി ഓർ റോട്ടി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കണ്ണൂർ, തിരുവനന്തപുരം അവിടെയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ ഓരോ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഈ പലഹാരത്തിനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മലബാർ ഭാഗത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് പറയുന്നത്. എനിക്കതാണ് പരിചയം. ഞാൻ കോഴിക്കോടൊക്കെ ഇങ്ങനെ നെയ്ബേഴ്സൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ അരി കൊണ്ടുള്ള പലഹാരങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പലഹാരമാണ്. നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ അരി ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളെ പൊന്നി അരിയാണ്. ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പൊന്നി അരി ഉണ്ടല്ലോ, അങ്ങനത്തെ അരിയാണ് എടുക്കേണ്ടത്. നമ്മൾ ചോറിന് ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. കണ്ണൂരൊക്കെ ഈ ഒറോട്ടി പൊടി എന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടും കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാനിതൊക്കെ ഒരു ഗ്ലാസ് അല്ലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് പൊന്നി അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട്, ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളത്തിൽ നന്നായി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ പാകം പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മളെ പൊന്നിയരിയൊക്കെ ഞാൻ അരച്ചു കൊണ്ടുവന്നു കേട്ടോ. അല്ലാതെ മയത്തിൽ വേണ്ട, ഒരു ചെറിയൊരു തരി ഉണ്ടായിരിക്കണം അവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് ശരിക്കും ഒറോട്ടിപ്പൊടിയൊക്കെ ചേർക്കുക വേണ്ടേ. ഞാനിപ്പോൾ അതിന് വേണ്ടി ചേർക്കുന്നത് നമ്മളെ ഈ അപ്പം ഇടിയപ്പം പൊടിയില്ലേ, പത്തിരിപ്പൊടിയൊക്കെ, അതാണ് ചേർക്കുന്നത്. അത് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്തോളൂ. നമുക്കിനി ഇത് പത്തിരി പോലെ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനൊതുങ്ങി ആ വെള്ളം ഇത് അബ്സോർബ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്കത് ആ പിടിക്കാൻ പാകത്തിനുള്ളവരെ ചേർത്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. ചിലരൊന്നും ചേർക്കാറില്ല. ഇവിടെ നാളികേരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കുകയും വേണ്ട. അതേപോലെ തന്നെയാണ് ജീരകപ്പൊടിൻ്റെ കാര്യം കേട്ടോ. ജീരകപ്പൊടി ചിലരൊക്കെ ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. ഞാനിപ്പോൾ കുറച്ച് ജീരകം കേട്ടോ, പൊടിയല്ല ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കത് പിടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ പൊടി ചേർക്കുന്നുണ്ട്, അതിന് കുറച്ചും കൂടെ ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അധികമായി പോവണ്ട. പിന്നെ നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് കുറച്ച് സ്വാദിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് പല വേരിയേഷൻസും ഉണ്ട് കേട്ടോ. പലരും ഒരു വ്യത്യാസങ്ങളുണ്ട് ഇത് ഉണ്ടാക്കുന്നതിൽ. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള നെയ്ബേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരം കേട്ടോ. ഞങ്ങളിത് വേറൊരു രീതിയിൽ കട്ടിപ്പത്തിരി രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അതിൽ പൊടിയൊന്നും ചേർക്കാറില്ല. അങ്ങനെ ചോറ്റരി അരച്ചിട്ട് ഉണ്ടാക്കുക. അതിന് കട്ടിപ്പത്തിരി എന്നാണ് പറയാറ് കേട്ടോ. അത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിക്കാറ്. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. വളരെ ഡ്രൈ ആവുകയും ചെയ്യരുത് കേട്ടോ. ഞാൻ കുറച്ച് പൊടി ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ, ഒരു കപ്പൊക്കെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടിത് നന്നായി ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കട്ടെ കേട്ടോ. അത് ഞാൻ കുഴച്ചെടുത്തു കേട്ടോ. ഇത് പൊടി ഇട്ടത് കുറവാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കിട്ടണം, അത് ആലോചിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആവരുത്, ചെറിയൊരു ഈർപ്പത്തിൻ്റെ അംശം അവിടെ വേണം. അപ്പോൾ ഇത് ഇനിയൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഒരു 10 മിനിറ്റ്. എന്നിട്ട് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതെന്തായാലും ഇങ്ങനെ ഒരു ഇതിലായിട്ട് അതവിടെ നല്ലോണം ഒന്നിങ്ങനെ പരത്തി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പണിയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഇല എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇല ഇല്ല വെച്ചാൽ നമ്മളെ ഈ പൊടികളൊക്കെ വാങ്ങുന്ന കവറില്ലേ, അതിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ പുരട്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇല ഉണ്ടെങ്കിൽ ഇല എടുക്കുക തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇനി കൊഴിച്ച് വെച്ചത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉരുള ഇങ്ങോട്ട് എടുക്കുകയാണ്. കുറച്ച് വലിയ ഉരുള തന്നെ എടുക്കും കേട്ടോ. ഇത്രയൊക്കെ വലുപ്പമുള്ള ഒരു ഉരുള ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഈ ഭാഗം കൊണ്ട് വേണം ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാൻ. തീയം കട്ടി കുറയ്ക്കണ്ട. അതൊക്കെ ഓരോരുത്തരിട്ട്, ചിലരൊക്കെ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ അരി പലഹാരങ്ങൾ, ഈ നേർത്ത പത്തിരി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. എനിക്കത് വയറിന് നല്ലൊരു സുഖമായിട്ട് തോന്നാറുണ്ട് കഴിക്കുമ്പോൾ. വേറെ ദോഷ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതിൽ. ഈ സൈഡൊന്നിങ്ങനെ ഒരു ഇതുമാതിരി ആക്കി കൊടുക്കാം.
ഈ നോമ്പ് തുറ സമയത്തൊക്കെ ഉള്ള ഒരു സാധനമാണിത്. ഈ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ശരിക്കും ഇതൊരു ഇരുമ്പ് തട്ടിൽ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ചപ്പാത്തീൻ്റെതാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പുക വരുന്നുണ്ട്. ഇത് ആയി വരട്ടെ കേട്ടോ. ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചിടാം കേട്ടോ. വളരെ സോഫ്റ്റ് ആട്ടോ. ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. തിരിച്ചിട്ടിട്ട് ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് ഇത് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ കൂട്ടുന്നൊരു 9 ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഒന്ന് ചെറുതായിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ. അത് വളരെ സോഫ്റ്റാണ്. നമുക്ക് ഇതെടുക്കാം. ഇവിടെ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇത് നമ്മളെ അരി റോട്ടി അഥവാ ഒറോട്ടിയൊക്കെ തയ്യാറായിട്ടോ. വളരെ നല്ലൊരു പലഹാരമാണ്. വയറിനൊന്നും ദോഷമില്ലാത്ത പലഹാരം. എനിക്കിപ്പോൾ ഈ കൂട്ടുന്നൊരു ഏകദേശം ഒരു 9 ഉണ്ടാക്കിയാണ് കിട്ടിയത്. അളവിന് ആവശ്യത്തിനനുസരിച്ച് അരിയൊക്കെ കൂട്ടിയെടുത്താൽ മതി. നല്ല പലഹാരമാണ്, വെറുതെ പറയല്ല. കഴിച്ച് നോക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണം. ഇതിപ്പോൾ ഏത് കറീൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. ഇല്ലച്ചാൽ തേങ്ങാപ്പാലായാലും നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. അപ്പോൾ ഇത് ഈ ട്രഡീഷണലായ ഈ പഴയ ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കേട്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.